നമസ്കാരം, ഞാൻ രതീഷ് രാജൻ. ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ സാമൂഹികവും സാംസ്കാരികവും മതപരവും ധനപരവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നിശ്ചിത കാലയളവിനെ അതിൻ്റെ ആവർത്തന സ്വഭാവത്തോടു കൂടി ക്രമപ്പെടുത്തുന്ന സംവിധാനമാണ് കലണ്ടർ എന്ന് പറയുന്നത്. ഈ നിശ്ചിത കാലയളവിനെ ദിവസങ്ങൾ എന്ന് പറയുകയും ദിവസങ്ങളുടെ ഗുണിതങ്ങളെ ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ എന്ന രീതിയിൽ കണക്കാക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു കലണ്ടർ എന്ന സംവിധാനം. ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള ഒരു ദേശീയ കലണ്ടർ അല്ലെങ്കിൽ സിവിൽ കലണ്ടർ ഉണ്ടാവും. ഏറ്റവും അധികം രാജ്യങ്ങളിൽ, ലോകത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും അധികം രാജ്യങ്ങളിൽ സിവിൽ കലണ്ടറായിട്ട് അല്ലെങ്കിൽ ദേശീയ കലണ്ടറായിട്ട്, നാഷണൽ കലണ്ടറായിട്ട് ഉപയോഗിക്കുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. പോപ്പ് ഗ്രിഗറി 13 ജൂലിയൻ കലണ്ടറിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തി തയ്യാറാക്കിയ ഗ്രിഗോറിയൻ കലണ്ടറാണ് ഏറ്റവും അധികം, അതായത് നമ്മളുടെ ഇപ്പോൾ പറയുന്ന ക്രിസ്തുവർഷം എന്ന കലണ്ടറാണ് ഏറ്റവും അധികം രാജ്യങ്ങളിൽ നാഷണൽ കലണ്ടറായിട്ട്, ദേശീയ കലണ്ടറായിട്ട് ഫോളോ ചെയ്ത് പോരുന്നത്. പക്ഷേ ഇതിൽ ചില രാജ്യങ്ങൾ ഗ്രിഗോറിയൻ കലണ്ടറിനെ അംഗീകരിക്കുന്നില്ല. അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു കലണ്ടർ സംവിധാനമുണ്ട്. ഇപ്പോൾ അഫ്ഗാൻ, ഇറാൻ, നേപ്പാൾ പോലെ രാജ്യങ്ങൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ അംഗീകരിക്കുന്നില്ല. അഫ്ഗാനിലാണെന്നുണ്ടെങ്കിൽ ഹിജറ കലണ്ടറാണ് അവർ ഫോളോ ചെയ്യുന്നത്. നേപ്പാൾ സമ്പത്ത് എന്ന കലണ്ടറാണ് അവർ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കലണ്ടർ സംവിധാനം അവർ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങൾ, ഇന്ത്യ പോലെ ഏകദേശം 15ഓളം രാജ്യങ്ങളിൽ ഗ്രിഗോറിയൻ കലണ്ടറും ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ഒരു ദേശീയ കലണ്ടറുണ്ട്. ദേശീയ കലണ്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സ്വന്തം കലണ്ടർ ആയിരിക്കും. പക്ഷേ ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും അധികം ഫോളോ ചെയ്യുന്നത് ഗ്രിഗോറിയൻ കലണ്ടറാണ്. അങ്ങനെയാണ് ഇന്ത്യ പോലെ രാജ്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ, ഇന്ത്യയുടെ സിവിൽ കലണ്ടറായിട്ട് അംഗീകരിച്ചിരിക്കുന്നത് ശകവർഷം ആണ്. ഈ ശകവർഷം എന്നുള്ളത് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിക്കുന്നത് 1957 കലണ്ടർ പരിഷ്കരണ സമിതിയാണ് ഈ ശകവർഷത്തിനെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് അംഗീകരിക്കുന്നത്. ശകവർഷം എന്നുള്ളത് ശകവർഷത്തിൻ്റെ ആരംഭം 2 ശകവർഷം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പഴയ ശകവർഷവും പുതിയ ശകവർഷവും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന പുതിയ ശകവർഷമാണ്. പഴയ ശകവർഷ കലണ്ടറിൻ്റെ ആരംഭം മീനമാസത്തിലെ കർത്തവാവിന് ശേഷമുള്ള അതായത് കർത്തവാവിന് ശേഷമുള്ള ആദ്യത്തെ ദിവസം എന്നാണ് പഴയ ശകവർഷം അനുസരിച്ച്. പഴയ ശകവർഷം അനുസരിച്ചുള്ള ദിവസം തുടങ്ങുന്നത് അന്ന് മുതലാണ്. പുതിയ